എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ആധാറിൻ്റെ പുതിയ ആപ്പ് ലോഞ്ച് ചെയ്തിരുന്നു. അതുവഴി നമുക്ക് ഫേസ് ഓതന്റിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പ് ഐഡന്റിറ്റി നമുക്കിനി എവിടെ യാത്ര ചെയ്താലും എന്ത് കാര്യങ്ങൾക്കും ആയാലും നമുക്ക് ആ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾക്കും ആ ഒരു ആപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലേ ആയിട്ട് നിൽക്കുകയായിരുന്നു. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ്. നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മാറ്റി നമുക്ക് മറ്റൊരു മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഫേസ് ഓതന്റിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ അക്ഷയയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബയോമെട്രിക്കൽ ഓതന്റിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെയും ആ സെയിം ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയും. അതുപോലെ തന്നെ അഡ്രസ് അപ്ഡേറ്റ്, ഇമെയിൽ ID അപ്ഡേറ്റ്, നെയിം അപ്ഡേറ്റ് ഇതെല്ലാം തന്നെ നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളൊരു ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ആധാറിൻ്റെ ഈ ഒരു പുതിയ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ പലർക്കും ആപ്പിൾ സ്റ്റോറിൽ ഇത് ലഭ്യമല്ല എന്നുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിലെ ആധാറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സർവീസസ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ മൈ ആധാർ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ്, അഡ്രസ് അപ്ഡേറ്റ്, നെയിം അപ്ഡേറ്റ്, ഇമെയിൽ ID അപ്ഡേറ്റ്, മൊബൈൽ അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പുതുതായിട്ട് കൊടുക്കാനുള്ള ന്യൂ മൊബൈൽ നമ്പറിന് അവിടെ നമുക്ക് ഏത് നമ്പറാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ആ പുതിയ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് ഫേസ് ഓതന്റിക്കേഷൻ ആണ്. നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഫേസ് സ്കാൻ ചെയ്യുക. അപ്പോൾ ഫേസ് ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. 75 രൂപയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്. കൺഫേം ആൻഡ് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആധാറിൻ്റെ ഒരു മെസ്സേജ് വരും. അപ്പോൾ ഗൂഗിൾ പേ വഴി നമുക്കിത് പേ ചെയ്യാം. പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ പേയ്മെൻറ്റ് കുറച്ച് നേരത്തേക്ക് നമുക്കിവിടെ ഹോൾഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് വീണ്ടും അപ്ഡേറ്റ് ആയി തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ ഫുൾ അപ്ഡേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തതിൻ്റെതായിട്ടുള്ളത്. അല്ലാതെ വീണ്ടും അവിടെ പേ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമുക്ക് ആ ഒരു ഡിലേ അവിടെ കാണുന്നുണ്ട്, ഒരു അരമണിക്കൂർ. വീണ്ടും നമ്മൾ ആപ്പ് ലോഗിൻ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് വന്ന് മൈ ആധാർ അപ്ഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ താഴെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ അപ്ഡേഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെരിഫിക്കേഷൻ സ്റ്റേജ് വരെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി വാലിഡേഷൻ സ്റ്റേജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി മൊത്തത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് ഒരു 4 hours എടുക്കുന്നതാണ് സമയം. ആ സമയം കൊണ്ട് തന്നെ ഫുൾ കംപ്ലീറ്റ് ആവുന്നതാണ്. കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, നമ്മുടെ ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്.
ഇനിയിപ്പോൾ നമ്മുടെ അഡ്രസ് അപ്ഡേറ്റ് നെയിം അപ്ഡേറ്റ് ഒക്കെ ഇനിയിപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. കമ്മിങ് സൂൺ എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇമെയിൽ ഐ ഡി ഒക്കെ നമുക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ. അപ്പോൾ അതാണിത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഫോണിലേക്ക് ആ മെസ്സേജ് എത്തിയിട്ടുണ്ട്, നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫേസ് ഓതന്റിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അഡ്രസ് അപ്ഡേറ്റ്, നെയിം അപ്ഡേറ്റ്, ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ഇതൊക്കെ തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് എല്ലാം ലഭ്യമാവുന്നതാണ്. അതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ അഡ്രസ് അപ്ഡേറ്റും നെയിം അപ്ഡേറ്റും ഒക്കെ തന്നെയും നമുക്ക് എന്തെങ്കിലും അതിന് നമുക്കൊരു പ്രൂഫ് ആവശ്യമാണ്, അത് തെളിയിക്കാനുള്ള. കാരണം നമുക്കിത് തെറ്റുണ്ട് എന്നുള്ളത് നമുക്ക് തെളിയിക്കാനുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് നമുക്ക് ഉണ്ടാവണം. ആ പ്രൂഫ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.